പവിത്രത്തിലെ പുത്തൻ പ്രമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വേദയും വിക്രവും കൂടെ അവിടെ താമസമാക്കുകയാണ്. അവർ ഭയങ്കര സന്തോഷവരായി രണ്ടുപേരും സ്നേഹിച്ച് അവിടെ കഴിഞ്ഞുകൂടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് വിക്രമാണെങ്കിൽ പള്ളിയിൽ ഓരോ ജോലിക്ക് പോവുകയും വേദയാണെങ്കിൽ അവിടെ തോട്ടത്തിൽ ജോലിക്ക് പോവുകയൊക്കെ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം അവരുടെ കുറേ റൊമാൻറ്റിക് ആയിട്ടുള്ള സീൻസൊക്കെ ഉണ്ട്. രാത്രിയിൽ തോട്ടത്തിൻ്റെ അടുത്ത് കൂടെ പോകുന്നതും അവർ രണ്ടുപേരും അവിടെ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നതും ചേർന്നിരിക്കുന്നതും വിക്രം വേദയുടെ മടിയിൽ കിടക്കുന്നതൊക്കെ കുറേ റൊമാൻറ്റിക് സീൻസൊക്കെയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് അനിയൻ കുട്ടനെ ഇടയ്ക്ക് കാണാതാവുന്നുണ്ട്. അങ്ങനെ വിക്രവും വേദയും അവിടെ എല്ലാം ഓടി നടന്ന് അനിയൻ കുട്ടനെ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ വേദ ആഗ്രഹിച്ചതുപോലെ സ്വപ്നം പോലെ ഒരു ജീവിതമാണ് വിക്രവും വേദയും അവിടെ ഒളിവ് ജീവിതത്തിൽ അവർ നയിക്കുന്നത്. അവർ ഭാര്യ ഭർത്താക്കന്മാരായി എല്ലാ കടമകളും ചെയ്ത് വേദ വിക്രത്തോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വേദയും വിക്രവും കൂടുതൽ എടുക്കുകയും അവർ സ്വപ്നം പോലെ കണ്ട ഒരു ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അവരുടെ പുറകിൽ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇടയ്ക്ക് അനിയൻകുട്ടനെ കാണാതാവുകയും അതിനുശേഷം വിക്രമാണെങ്കിൽ കടയിൽ പോകുമ്പോൾ അവിടെ വരുന്നൊരു ഓട്ടക്കാരൻ പറയുന്നുണ്ട്, ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഓർമ്മയില്ല, എവിടെയോ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അവിടെ ഇങ്ങനെ ജീവിക്കുകയാണ്. പക്ഷേ അവരുടെ പുറകിൽ തന്നെ ആപത്ത് അവരുടെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു.